ഹേ ഗായ്സ്, ടിപ്പിക്കൽ ട്രാവൽ ഡയറിയുടെ പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ജൂൺ 1 ശ്രീകുട്ടിയുടെ ബർത്ത്ഡേ. അതുകൊണ്ട് സർപ്രൈസായി ഞാനൊരു വിസിറ്റ് വിസ ശ്രീകുട്ടിക്ക് അയച്ചു കൊടുത്തു. ഈദ് ഹോളിഡേ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് അധികം വൈകാതെ തന്നെ ഞാൻ ശ്രീകുട്ടിക്ക് ഒരു ടിക്കറ്റും അയച്ചു കൊടുത്തു. 10:25 ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. ഞങ്ങൾ എത്തിയത് 10:30. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ ഞങ്ങൾ അധികം ലേറ്റായില്ല. ഞങ്ങൾ അറേലിൻ്റെ അടുത്ത് ശ്രീകുട്ടിയും കാത്തുനിന്നു. UAEയുടെ പുതിയ നിയമപ്രകാരമുള്ള വിസിറ്റ് വിസയ്ക്ക് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഫൈനലി ശ്രീകുട്ടി പുറത്തേക്ക് എത്തി. കയ്യിൽ പ്രോപ്പറായി എല്ലാ ഡോക്യുമെൻസും ഉള്ളതിനാൽ ഒരു കുഴപ്പവും ഇമിഗ്രേഷനിൽ ഉണ്ടായിരുന്നില്ല എന്ന് ശ്രീകുട്ടി പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു കഫ്റ്റീരിയയിലേക്കാണ് വന്നത്. ഈ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലായിരുന്നു ഞാൻ എൻ്റെ UAE കരിയർ സ്റ്റാർട്ട് ചെയ്തത്. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ തണുത്തതായി കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്തു. അമൃതേശി എനിക്ക് ഒരു കൊളീഗ് എന്നതിലുപരി ഒരു ഫാമിലി മെമ്പർ പോലെയാണ്. അല്ലൈൻ എയർപോർട്ടിൽ നിന്ന് ആകെ 10 മിനിറ്റ് ദൂരം മാത്രമേ എൻ്റെ റൂമിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് പിക്കപ്പ് ചെയ്യാൻ. വരുന്ന വഴി കാറിൽ വെച്ച് ശ്രീകുട്ടിക്ക് ഞാൻ ചെറിയൊരു ക്ലൂ കൊടുത്തു. പിന്നെ നേരെ ഞങ്ങൾ റൂമിലേക്കെത്തി. 2 പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു ചെറിയ സ്റ്റുഡിയോ റൂമാണ് ഞാൻ എടുത്തത്. ഒരു റൂം, ഒരു കിച്ചൺ, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. വീഡിയോ കോളിലൂടെ തന്നെ റൂമും പരിസരവും നേരത്തെ കണ്ടതിനാൽ ശ്രീകുട്ടിക്ക് പ്രത്യേകിച്ച് സർപ്രൈസൊന്നും അതിലുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ ചെറുതായി ഞാനൊരു പായസം ഉണ്ടാക്കി. അമൃതജിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ പായസം ഒരു ചെറിയ പാത്രത്തിലാക്കി ഞങ്ങൾ ബായ് പറഞ്ഞ് പിരിഞ്ഞു. അവർ രണ്ടുപേരും പോയതിനു ശേഷം ശ്രീകുട്ടി ഞാൻ കൊടുത്ത ക്ലൂ ഓപ്പൺ ചെയ്തു. റൂമിലെത്തിയ ഉടനെ വൈറ്റ് ഷൂ കണ്ടുപിടിച്ച് അതിൽ നോക്കാനായിരുന്നു ആദ്യത്തെ ക്ലൂ. ശ്രീകുട്ടി വേഗം എൻ്റെ എല്ലാ ഷൂസും പരിശോധിച്ചു. അടുത്ത ക്ലൂ കിട്ടി. പില്ലോയുടെ ഉള്ളിലായിരുന്നു അടുത്ത ക്ലൂ ഉണ്ടായിരുന്നത്. അടുത്ത ക്ലൂ അടുക്കളയിലേക്കായിരുന്നു. ഇതിലൂടെ തന്നെ റൂമും പരിസരവും പരിചയപ്പെടുക എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. അങ്ങനെ അടുക്കളയിലുള്ള ഓരോ റാക്കും പരിശോധിച്ച് ഓരോ സാധനങ്ങളും പരിചയപ്പെട്ട് ഫൈനലി ശ്രീകുട്ടി അടുത്ത ക്ലൂവും കണ്ടുപിടിച്ചു. അത് കുറച്ച് പസിലുകളായിരുന്നു. അത് പ്രിപ്പയർ ചെയ്ത് അതിന് പിന്നിലായിരുന്നു ഞാൻ ആ ക്ലൂ എഴുതിയിരിച്ചിരുന്നത്. കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ശ്രീകുട്ടി ആ പസിലുകൾ കറക്റ്റായി വെച്ച് തിരിച്ചു വെച്ച് നോക്കി. അടുത്ത ക്ലൂ ലാപ്ടോപ്പ് ബാഗിലേക്കായിരുന്നു. റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഫൈനലി ശ്രീകുട്ടി ആ ലാപ്ടോപ്പ് ബാഗ് കണ്ടുപിടിച്ചു. അവിടെയും ശ്രീകുട്ടിയെ കാത്തിരുന്നത് ചെറിയൊരു പസിൽ തന്നെയായിരുന്നു. യാത്രാക്ഷീണമൊന്നും വകവയ്ക്കാതെ ശ്രീകുട്ടി പെട്ടെന്ന് തന്നെ അടുത്ത ക്ലൂവും ഒപ്പിച്ചു തുടങ്ങി. അങ്ങനെ അവസാന പസിലും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ശ്രീകുട്ടിയെ കാത്തിരുന്നത് ഒരു ചെറിയ ഗിഫ്റ്റായിരുന്നു. ബർത്ത്ഡേ പ്രമാണിച്ച് പ്രത്യേകിച്ചൊന്നും കൊടുത്തില്ലെങ്കിലും എൻ്റെ വക ഒരു ചെറിയൊരു ടെഡ്ഡി ബിയറും കുറച്ച് ചോക്ലേറ്റ്സുമായിരുന്നു ആ ഗിഫ്റ്റ്. ഗിഫ്റ്റൊക്കെ പൊളിച്ച് ശ്രീകുട്ടിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ ലേറ്റാകാതെ നേരെ പോയത് അലൈൻ സൂവിലേക്കാണ്. അടുത്തു തന്നെ ബസ് ആക്സസ് ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ടൗണിലേക്ക് എത്താം. ഇവിടെ ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ബസ്സുകൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അധികം ലേറ്റാകാതെ നേരെ ബസ്സിൽ കയറി ഞങ്ങൾ ടൗണിലേക്ക് എത്തി. നാട്ടിലുള്ള പോലെ നമുക്ക് ബസ്സിൽ ക്യാഷ് ക്യാരി ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. ഒരു കാർഡുണ്ട്, അത് നമുക്ക് റീചാർജ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമാണ്. ഫൈനലി ഞങ്ങൾ ടൗണിലെത്തി. ടൗണിൽ നിന്ന് ഡാർബി ആപ്ലിക്കേഷൻ വഴി അടുത്ത ബസ്സിൻ്റെ ടൈമിംഗ് നോക്കിയപ്പോൾ വളരെ ലേറ്റായിട്ടാണ് അലൈൻ സൂവിലേക്കുള്ള ബസ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ടാക്സി വിളിച്ച് നേരെ അലൈൻ സൂവിലേക്ക് വിട്ടു. പുറത്തുള്ള കാഴ്ചകൾ കണ്ട് കാറിൽ ഏകദേശം 10-15 മിനിറ്റ് ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഫൈനലി ഞങ്ങൾ അലൈൻ സൂവിലെത്തി. അലൈൻ പൊതുവെ നാട്ടിലുള്ള പോലെ തന്നെ നല്ല പ്രകൃതി രമണീയമായ ഗ്രീനറി നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നാട്ടിൽ നിന്ന് വിട്ടുവന്ന ഫീൽ ഉണ്ടാകത്തില്ല. വളരെ വൃത്തിയോടും മനോഹരവുമായി ക്രമീകരിച്ച ഒരു വിശാലമായ പ്രദേശമാണ് അലൈൻ സൂ. എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഒരു ബേർഡ് ഷോ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. വളരെ മനോഹരമാണത്. ഞാൻ മുമ്പൊരിക്കൽ ഫ്രണ്ട്സിനോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശ കാര്യങ്ങളും എനിക്ക് അറിയാമായിരുന്നു. പെൻഗ്വിൻ മുതൽ പലതരത്തിലുള്ള പക്ഷികളും ഇവിടെ കാണാം. ഒരുപാട് ദൂരം നടക്കാനുള്ളതുകൊണ്ട് പലരും ഇതുപോലുള്ള ട്രെയിൻ ആശ്രയിക്കാറുണ്ട്. സമ്മർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ 2 മാംഗോ ജ്യൂസും കയ്യിൽ കരുതി ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു. ഈ കാണുന്നത് ഇവിടെയുള്ള ഒരു മ്യൂസിയമാണ്. അവിടെ 6 മണി വരെയാണ് സമയമുണ്ടായിരുന്നത്. സമയം അറിയാത്തതിനാൽ ഞങ്ങൾക്ക് അവിടെ കയറാൻ കഴിഞ്ഞില്ല.
നല്ല ചൂടായതുകൊണ്ട് തന്നെ എല്ലാ ആനിമൽസിനെയും ഞങ്ങൾക്ക് നേരിട്ട് ശരിക്ക് കാണാൻ കഴിഞ്ഞില്ല. അവരെല്ലാം ഓരോ തണലിൽ പോയി വിശ്രമിക്കുകയായിരുന്നു. ആ ദൂരത്തായി കാണുന്നത് ഒരു സിംഹമാണ്. ചൂടുകൊണ്ടാകാം എല്ലാവരും വളരെ ക്ഷീണിതരാണ്. അങ്ങനെയാണ് അടുത്തായി ഞങ്ങൾ ഗൊറില്ലയെ കണ്ടത്. അതെന്തോ വളരെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. കാഴ്ചക്കിടെ ഇതേപോലുള്ള നല്ല സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ട് വെയിലറിയാതെ നമുക്ക് കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നീങ്ങാം. പല സ്ഥലങ്ങളിലും ഒരു ആനിമൽ പോലും ഉണ്ടായിരുന്നില്ല. അവിടെ കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് എല്ലാം പുനരുദ്ധീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി എല്ലാ ആനിമൽസിനെയും പലയിടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ്. എന്നാലും ചില ആനിമൽസിനെയും ഇതുപോലുള്ള നക്ഷത്ര ആമകളെയും നമുക്ക് അടുത്തു നിന്ന് തന്നെ കാണാൻ കഴിയും. ഒരു ബേസിക് സൂവിൽ കാണാൻ പറ്റുന്ന എല്ലാ ആനിമൽസും ഇവിടെയും ഉണ്ടായിരുന്നു. ഒരുപാട് നടക്കാനുള്ളത് കൊണ്ടും നല്ല വെയിലുള്ളത് കൊണ്ടും കയ്യിൽ വെള്ളം കരുതേണ്ടത് അത്യാവശ്യമാണ്. ഒരു വിശാലമായ ഗ്രൗണ്ടിൽ കാണ്ടാമൃഗവും ജിറാഫും ഒരുമിച്ച് മേയുന്നത് ഞങ്ങളവിടെ കണ്ടു. ദൂരെ നിന്ന് ഒട്ടകപ്പക്ഷിയെ കണ്ട ഉടനെ ശ്രീകുട്ടി ഓടിപ്പോയി കുറച്ച് ഫോട്ടോസ് എടുത്തു. കുറച്ച് നേരത്തിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങി. ഒരു കൃത്രിമമായി നിർമ്മിച്ച ഒരു ചെറിയ പോണ്ടിൽ ഒരുപാട് പക്ഷികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ കുറേ കുരങ്ങന്മാരെയും കുറച്ച് ആമകളെയും കാണാൻ കഴിഞ്ഞു. അപ്പോഴേക്കും അവിടെയുള്ള ബേർഡ് ഷോയുടെ അനൗൺസ്മെൻറ്റ് കേൾക്കാമായിരുന്നു. എല്ലാ കൂടിനു മുന്നിലും അവിടെയുള്ള മൃഗങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനും ഫോട്ടോ എടുക്കാനുമായുള്ള പല ചെറിയ ചെറിയ പാർക്കുകൾ അവിടെ ഇവിടെയായി നമുക്ക് കാണാൻ കഴിയും. സാധാരണ 5 മണിയോട് കൂടിയാണ് ബേർഡ് ഷോ ആരംഭിക്കുന്നത്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതിനാൽ ഞങ്ങൾക്ക് ഉള്ളിലിരുന്ന് ബേർഡ് ഷോ കാണാൻ സാധിച്ചില്ല. ഞങ്ങൾ പുറത്തു നിന്ന് കാഴ്ചകൾ കണ്ടു തുടങ്ങി. പല സൈസിലും പല തരത്തിലുമുള്ള പക്ഷികൾ അങ്ങോട്ട് വന്നുകൊണ്ടേയിരുന്നു. ഇതൊരു ഈജിപ്ഷ്യൻ പക്ഷിയാണ്. അവ എങ്ങനെയാണ് മുട്ട പൊട്ടിക്കുന്നത് എന്ന് ഞങ്ങൾക്കൊരു ഡെമോ അവിടെ നിന്ന് കാണിച്ചു തന്നു. വളരെ മനോഹരമായിരുന്നു എല്ലാ കാഴ്ചകളും. ഞാൻ കഴിഞ്ഞ വിൻ്ററിൽ വന്നപ്പോൾ ഇതിൽ കൂടുതൽ ആളുകളും പക്ഷികളും ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ പക്ഷികൾ വരുമ്പോഴും അവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവിടെ നിന്ന് മൈക്കിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവസാനമായി വന്നത് ഒരു വലിയ കഴുകനായിരുന്നു. അവ വലിയ ചിറകുകൾ ഉയർത്തി പറന്നു വരുന്നത് കാണുമ്പോൾ തന്നെ ചെറിയ ഭയം തോന്നും. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത് എല്ലാ പക്ഷികളും ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ആ ട്രെയിനറുടെ അടുത്തേക്ക് തന്നെ വരുന്നത് കണ്ടിട്ടാണ്. അവസാനമായി ഒരു ചെറിയ മ്യൂസിക്കോടെ ഒരുപാട് പക്ഷികൾ വന്ന് ബേർഡ് ഷോ അവസാനിക്കും. അതിനുശേഷം അവർ ആ പക്ഷിയും എടുത്ത് നമ്മുടെ അടുത്തേക്ക് വരും. നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയി ഫോട്ടോ എടുക്കാൻ കഴിയും. എല്ലാവരുടെയും കണ്ണിലും ചെറിയൊരു ഭയമുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന വഴി ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ ശ്രീകുട്ടി അങ്ങോട്ട് പോയി. മുമ്പ് നമുക്ക് അവിടെയുള്ള ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് പ്രവേശിക്കാമായിരുന്നു. അവിടെ ആർട്ടിഫിഷ്യലായ ഒരു വാട്ടർഫാൾസും ആ ബിൽഡിങ്ങിനുള്ളിലായി ഒരുപാട് പക്ഷികളും ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു ആ കാഴ്ചകൾ. നിർഭാഗ്യവശാൽ അതും ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. സമ്മർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് ഹിപ്പോപ്പൊട്ടാമസിനെയും പെൻഗ്വിനെയും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. തിരിച്ചു വരുന്ന വഴിയാണ് നമ്മുടെ നാട്ടിലെ മൈനയെ കൂട്ടിലടച്ച് കണ്ടത്. അത് വളരെ കൗതുകമേറിയതായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മൂങ്ങയും. ഹൈന അടക്കമുള്ള എല്ലാ തരം വന്യജീവികളും അവിടെ ഉണ്ടായിരുന്നു. സൂ കാണാൻ വരുമ്പോൾ എപ്പോഴും വിൻ്ററിൽ വരുന്നതാണ് നല്ലതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. തിരിച്ചു വരുന്ന വഴിയിൽ ആടിന് സാദൃശ്യമുള്ള ഒരു ആനിമലെയും ഞങ്ങൾ അവിടെ കണ്ടു. ഒരുപാട് ദൂരം നടന്നതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ടോട്ടലി ടയർഡായിരുന്നു. അത് കഴിഞ്ഞ് മ്യൂസിയം കാണാമെന്ന് കരുതി ഉള്ളിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു 6 മണിയോടെ മ്യൂസിയം ക്ലോസ് ചെയ്തു എന്ന്. അധികം താമസിക്കാതെ ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് നടന്നു. വരുന്ന വഴിയിൽ വീണ്ടും കുറേ ആനിമൽസിനെ ഞങ്ങൾ അവിടെ കണ്ടു. പിന്നെ നേരെ തിരിച്ച് റൂമിലേക്ക് വന്നു. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിച്ച് അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഞാനിവിടെ നിർത്തുന്നു. ബൈ.